അന്താരാഷ്ട്ര വ്യോമപാതയിൽ നിർണായകമായ പറക്കും ഗ്യാസ് സ്റ്റേഷൻ എന്ന് വിളിക്കപ്പെടുന്ന US വ്യോമസേനയുടെ KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം ഹോർമുസ് കടലിടുക്കിന് മുകളിൽ വെച്ച് കാണാതായി. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന ഈ കൂറ്റൻ വിമാനം അടിയന്തര ഘട്ടങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ജനറൽ എമർജൻസി അലേർട്ട് നൽകിയതിനു പിന്നാലെയാണ് റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമായത്. ഗൾഫ് മേഖലയിൽ ഖത്തറിന് സമീപമാണ് വിമാനത്തിന്റെ സിഗ്നൽ അവസാനമായി രേഖപ്പെടുത്തിയത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം വിമാനം താഴ്ന്നു പറക്കുകയും ഖത്തറിലെ ഒരു സൈനിക താവളത്തിലേക്ക് ഗതി മാറ്റുകയും ചെയ്തിരുന്നു. മെക്കാനിക്കൽ തകരാർ, വിമാനത്തിനുള്ളിലെ തീപിടുത്തം, ആരോഗ്യപരമായ അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭീഷണി എന്നിവ ഉണ്ടാകുമ്പോഴാണ് സാധാരണയായി വിമാനങ്ങൾ 7700 എന്ന ട്രാൻസ്പോണ്ടർ കോഡ് നൽകാറുള്ളത്. ഗൾഫ് മേഖലയിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ദൗത്യം നിർവഹിക്കുന്നതിനിടെയാണ് വിമാനം ഈ സന്ദേശം നൽകിയത്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. വിമാനത്തിൽ എത്ര ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സാധാരണയായി ഒരു ക്രൂ മെമ്പർ മാത്രം നിയന്ത്രിക്കുന്ന ഈ വിമാനത്തിൽ യാത്രക്കാരെയും ചരക്കുകളെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി എന്നത് വിമാനം തകർന്നുവെന്ന് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അടിയന്തര സന്ദേശത്തിന് തൊട്ടു പിന്നാലെ സിഗ്നൽ നഷ്ടമായത് ഗുരുതരമായ എന്തോ സംഭവിച്ചുവെന്ന സാധ്യത വർദ്ധിപ്പിക്കുന്നു. നിലവിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ മറ്റ് ഡിസ്ട്രസ് കോളുകളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഫെബ്രുവരി 28-ന് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചത് മുതൽ മേഖലയിൽ നിരവധി US വിമാനങ്ങൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസ് കടലിടുക്ക് നിലവിൽ അതീവ സൈനികവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇറാൻ ഈ പ്രദേശം പൂർണ്ണമായും അടച്ചിടാൻ ശ്രമിക്കുമ്പോൾ ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിച്ചും വാണിജ്യ കപ്പലുകൾക്ക് സംരക്ഷണം നൽകിയുമാണ് US തിരിച്ചടിക്കുന്നത്. ഇറാന്റെ നിരവധി ചെറിയ ബോട്ടുകളും ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും അടുത്തിടെ US സൈന്യം തകർത്തിരുന്നു. വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. അതേസമയം ഇറാനുമായുള്ള ദുർബലമായ വെടിനിർത്തലുകൾക്കിടയിൽ വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കാൻ വാഷിംഗ്ടൺ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇറാനുമായി ദീർഘമോ നേരിട്ടുള്ളതോ ആയ സംഘർഷത്തിലേക്കുള്ള ഏതൊരു നടപടിയും നിരസിക്കുന്നുണ്ടെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യത്തിനായി മത്സരിക്കുന്നതിനിടയിൽ ഗൾഫിൽ US നാവികസേനയും ഇറാനും വെടിവയ്പ് നടത്തിയിട്ടും ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചിട്ടില്ലെന്ന് ജനറൽ ഡാൻ കെയ്നിനൊപ്പം ചൊവ്വാഴ്ച നടന്ന പെന്റഗൺ ബ്രീഫിംഗിൽ ഹെഗ്സത്ത് പറഞ്ഞു. ഞങ്ങൾ ഒരു പോരാട്ടം ആഗ്രഹിക്കുന്നില്ല, കടലിടുക്ക് തങ്ങൾ നിയന്ത്രിക്കുന്നുവെന്നും അവർ പറഞ്ഞു. പക്ഷേ അവർ അങ്ങനെ ചെയ്യുന്നില്ല. ഇറാൻ വ്യക്തമായ ആക്രമണകാരിയാണെന്ന് ഹെഗ്സത്ത് കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ആക്രമണത്തിൽ നിന്നും കപ്പലുകളെ സംരക്ഷിക്കുക എന്നതാണ് US ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ ഗതാഗത പാതകളിൽ ഒന്നിലൂടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച നാവിക ശ്രമമായ പ്രോജക്ട് ഫ്രീഡത്തിന്റെ വ്യാപ്തി വിശദീകരിച്ചുകൊണ്ട് ഹെഗ്സത്ത് പറഞ്ഞു. ഈ പ്രവർത്തനം പ്രകൃതിയിൽ പരിമിതമാണെന്നും ഇറാനിയൻ വ്യോമാതിർത്തിയിലോ പ്രാദേശിക ജലാശയങ്ങളിലോ പ്രവേശിക്കാൻ US സൈന്യത്തെ ആവശ്യമില്ലെന്നും പറഞ്ഞു. പെന്റഗൺ മേധാവി പ്രൊജക്ട് ഫ്രീഡത്തെ സ്വഭാവത്തിൽ പ്രതിരോധപരവും വ്യാപ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ദൈർഘ്യത്തിൽ താൽക്കാലികവുമാണെന്ന് വിശേഷിപ്പിച്ചു. ഇറാനിയൻ ആക്രമണത്തിൽ നിന്നും നിരപരാധികളായ വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ചട്ടക്കൂടിന് കീഴിൽ കുറഞ്ഞത് 2 അമേരിക്കൻ വാണിജ്യ കപ്പലുകളെങ്കിലും കടലിടുക്കിലൂടെ വിജയകരമായി കടന്നിട്ടുണ്ടെന്നും ഇറാനിയൻ തുറമുഖ നിയന്ത്രണങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചതിനു ശേഷം മറ്റ് പലതും തിരിച്ചയച്ചതായും അദ്ദേഹം തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.